നിന്നോടല്ലടാ കോപ്പെ പറഞ്ഞു വിട്ടത് ആ രൂപ അതെവിടെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ആ വാസുവിന്റെ സ്റ്റേഷനറി കടയിൽ നിന്ന് നാളെ രാവിലെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ച രൂപയാ. നിനക്കതൊക്കെ പറയാം. എന്റെ ശരീരമാസകലം കലങ്ങിയിരിക്കുക. എനിക്കതൊന്നും അറിയണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ആരെ കൊന്നിട്ടാലും ശരി എനിക്ക് എന്റെ രൂപ കിട്ടണം. നേരെ ഒത്തിരി ഇരുട്ടിയില്ലേ? ഇനിയിപ്പൊ ഞാൻ ആരെ പോയി കൊല്ലാനാ? നീ ആരെയും കൊല്ലണ്ട, നിന്നെ ഞാൻ കൊല്ലും. കിളിക്കല്ലേ. അയ്യോ അയ്യോ, ദേ ഈ സൂട്ട് ഞാൻ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ നിന്ന് വാടകയ്ക്ക് എടുത്താണ്. ഹോട്ടലിൽ ചെന്ന് ഉള്ളത് മുഴുവൻ വലിച്ചു വാരി വെട്ടിക്കറ്റിയ സൂട്ട് അഴുക്കാക്കി. ഇനി ഞാനിത് എങ്ങനെ അവിടെ തിരിച്ചുകൊണ്ടേ കൊടുക്കും? ഞാൻ വേണമെങ്കിൽ ഇത് വാഷ് ചെയ്തിടാം. ഇത് വാഷ് ചെയ്താൽ പിന്നെ ഒരിക്കലും ഉണങ്ങൂലെന്ന്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ അതൊക്കെ പോട്ടെ, നീ കാശിന്റെ കാര്യം പറ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നു. എന്ത് വഴി? നീ ആ കാശ് പോട്ടേന്ന് വയ്ക്കുക. എന്താ എന്താ രണ്ടുപേരും കൂടെ വഴക്കൊന്നുമില്ല. ഉസ്താദ് പഠിപ്പിച്ചെന്ന ഗുസ്തിയുടെ ചില നമ്പേഴ്സ് ഞാൻ അവന് പറഞ്ഞു കൊടുക്കാണ്. ഗുസ്തി അല്ല, ഒരു പുല്ലല്ല ഉസ്താദെ. ഇത്രയും കാലം ഇവര് പ്രേമിച്ച് നടക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഞാനാ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പൊ അതിനുള്ള പണവും ഞാൻ മുടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇങ്ങോട്ട് മറിയ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല. നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടാ ഉസ്താദ്. ഞാനിതൊരു ഉസ്താദിനോട് പറഞ്ഞിട്ടാ. ഇവനാ വിറകിന്റെ മോളുമായിട്ട് ഭയങ്കര പ്രേമത്തിലാ. ശരിയാണോടാ? നീ ഒന്നും പറയണ്ട. നിനക്ക് പ്രേമം വേണോ അതോ ജിംനേഷ്യം വേണോ? എനിക്ക് രണ്ടും വേണം. അത് നടക്കില്ല. ഏതെങ്കിലും ഒന്ന് മതി. എന്നാ പിന്നെ എനിക്ക് ജിംനേഷ്യം വേണ്ട, പ്രേമം മതി.